മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ, ഐ.സി. ബാലകൃഷ്ണൻ, കെ. തുളസി, ഒ.ജെ. ജനീഷ് എന്നിവർ മന്ത്രിസഭയിലേക്ക്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ്, എ.പി. അനിൽകുമാറിന് ആരോഗ്യം, കെ. മുരളീധരന് വൈദ്യുതി, വിഷ്ണുനാഥിന് ടൂറിസം, ടി. സിദ്ദിഖിന് വനം വകുപ്പെന്ന് സൂചന. അഞ്ചു മന്ത്രിമാരെയും തീരുമാനിച്ചു മുസ്ലിം ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, പി കെ ബഷീർ, വി ഷംസുദ്ദീൻ, വി അബ്ദുൾ ഗഫൂർ എന്നിവർ ലീഗിന്റെ മന്ത്രിമാർ. 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിയും ചീഫ് വിപ്പും ജലസേചന രജിസ്ട്രേഷൻ വകുപ്പുകളും നൽകും. CBSE ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംബന്ധിച്ച പരാതികൾ തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ട, മൂല്യനിർണ്ണയം സുതാര്യവും കൃത്യവുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ, ഐ.സി. ബാലകൃഷ്ണനും കെ. തുളസി, ഒ.ജെ. ജനീഷ് എന്നിവർ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. സണ്ണി ജോസഫിന് റവന്യൂ, എ.പി. അനിൽകുമാറിന് ആരോഗ്യം, കെ. മുരളീധരന് വൈദ്യുതി വകുപ്പ്, വിഷ്ണുനാഥിന് ടൂറിസം, ടി. സിദ്ദിഖിന് വനം വകുപ്പ് എന്നീ സൂചനകളാണ് പുറത്തുവരുന്നത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. എബി, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട വകുപ്പുകളിൽ നിന്നും മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു, വകുപ്പുകളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ. എന്താണ് മറ്റു വിവരങ്ങൾ? ശ്രുതി, വളരെ മണിക്കൂറുകൾ, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ഇപ്പോൾ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണറെ കണ്ട് മന്ത്രിമാരുടെ ലിസ്റ്റ് സമർപ്പിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, ഐ.സി. ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ കെ. തുളസി, കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, പി. കെ. ബഷീർ, കെ. എം. ഷാജി, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി. പി. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് ഈ പട്ടികയിൽ ഉള്ളത്. ഇവരുടെ പേരുകൾ അടങ്ങിയ ലിസ്റ്റാണ് ഇപ്പോൾ ഗവർണർ കൈമാറിയിരിക്കുന്നത്. ലീഗിന്റെ മന്ത്രിമാരുടെ പ്രഖ്യാപനം ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. അതിലേക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെയാണല്ലോ സത്യപ്രതിജ്ഞ. സമർപ്പിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് സത്യപ്രതിജ്ഞ ഉണ്ടാകും. അല്ല, വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് തീരുമാനിച്ച് മുന്നോട്ട് പോകും. നിങ്ങൾ അല്ല, ഒരു തർക്കവുമില്ലാതെ കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ കൊണ്ടുവന്നൊരു ഗവൺമെന്റാണ്. 102 സീറ്റാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചും ജനങ്ങൾ നൽകിയ വൻപിച്ച പിന്തുണയ്ക്കനുസരിച്ചും മെച്ചപ്പെട്ടൊരു ഭരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാവും. അപ്പൊ അതുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനും പാർട്ടിയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരള ജനതയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഭരണം ഐക്യജനാധിപത്യ മുന്നണി നൽകും. ആ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. താങ്കൾ ഇന്നലെ പറഞ്ഞത് ഞാൻ യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരനെന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യങ്ങളാണ് എന്റെ താല്പര്യം. അല്ലാണ്ട് എന്റെ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്ത് എന്റെ പാർട്ടിയുടെ താല്പര്യമാണ് എനിക്ക് ഏറ്റവും വലുത്. ഹാപ്പി എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമുക്ക് ഒരു മെച്ചപ്പെട്ട ഗവൺമെന്റ് ഉണ്ടാകണം. ജനവിശ്വാസം നമ്മളോടൊപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും അതുകൊണ്ട് തന്നെ യോജിച്ച് മുന്നോട്ട് പോകണം. ഒരു കാലത്തും നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിന് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. നിങ്ങൾക്കറിയാം, വ്യക്തിപരമായ നഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അല്ല ഇവിടെ പ്രശ്നം. വ്യക്തിപരമായ ലാഭനഷ്ടങ്ങളല്ല ഇവിടെ പ്രശ്നം. പാർട്ടിയാണ് എനിക്ക് എന്നും വലുത്. ഞാൻ എന്നും പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. അപ്പോഴെല്ലാം പാർട്ടി താല്പര്യമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നാളെയും അതുതന്നെയായിരിക്കും ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും UDFനും
ജനങ്ങൾ നൽകിയ ഈ പിന്തുണയ്ക്കനുസരിച്ച് ഉള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഉയർച്ചയും താഴ്ചയും ഒക്കെ അറിയാവുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പൊ അതൊന്നും നമ്മൾ വിലയിരുത്തേണ്ട സമയമല്ല ഇപ്പൊ നമ്മൾ വേണ്ടത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരും, എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞയാണ്. ലീഗ് മന്ത്രിമാരുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരെ നിങ്ങൾക്കറിയാം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അതിൽ 63 MLA കോൺഗ്രസിലുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് 11 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. വളരെ അടുത്ത സഹപ്രവർത്തകരാണ് പുറത്തു നിൽക്കുന്ന പലരും, ഇതിൽ പെടാത്ത പലരും. പക്ഷെ പല മാനദണ്ഡങ്ങൾ വെച്ച് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ ഉള്ള ചില പരിമിതികൾ, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ, മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം അതെല്ലാം പരിശോധിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് AICCയുടെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് 5 മണിക്ക് ശേഷം ഗവർണർക്ക് ഈ ലിസ്റ്റ് സമർപ്പിച്ചത്. ഞാൻ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുകയാണ്. 20 പേരുടെ പേരുകൾ. ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K. മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N. ഷംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി M. ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M. ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T. സിദ്ദിഖ്, ശ്രീമതി KA തുളസി. സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ OJ ജനീഷ്. ഇതാണ് 20 പേരുടെ പേര്. ആണല്ലോ. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. ചീഫ് വിപ്പ് അത് കേരള കോൺഗ്രസിനാണ്. അദ്ദേഹം ശ്രീ PJ ജോസഫ് സാർ അത് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. പോലെ ഉള്ള ആളുകളെയൊക്കെ വളരെ ശക്തമായി പരിഗണിച്ചിരുന്നല്ലോ. അതിൽ സ്റ്റാൻഡിങ്ങും അതൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വരേണ്ട ചിലപ്പോൾ ഇതിൽ വന്ന പലരേക്കാളും അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്, റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ അതിൽ
കുറേ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ ഉറപ്പായിട്ട് വരണ്ട. പക്ഷെ 11 ഉള്ളു. 10 ഇതിലെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്, 11 അത് പറയാം, പിന്നീട് പറയാം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെൻറ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിൻ്റെ കൺവെൻഷൻ. അത് പറഞ്ഞല്ലോ, ഞാൻ 3 ചോദ്യം വന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ചില ധാരണകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അത് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. ഇല്ല, അതൊക്കെ പറയാന്നേ. അതൊക്കെ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിയോ. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുഖു. അതേ ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരും, അത് വരട്ടെ, വരും, അദ്ദേഹം വരും. അല്ല പിന്നീട്, അല്ല ഇപ്പം അല്ല, നാളെ പിന്നീട് നിരവധി മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിവിധ കക്ഷി നേതാക്കൾ ഉണ്ടാവും. ഏറ്റവും ബഹുമാന്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഡിമാൻഡും ആരും വെച്ചിട്ടില്ല, ഒരു ഡിമാൻഡും. അത്തരം കാര്യങ്ങളിലേക്ക് അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഇല്ല, എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും പറയുന്നില്ല. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത പേരുകൾ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ മന്ത്രിസഭാ ലിസ്റ്റ് ഉണ്ടാക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭാ ലിസ്റ്റ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ പട്ടികജാതി മന്ത്രി ഉണ്ടായിരുന്നില്ല. അവസാനം ഉണ്ടായിരുന്നോ? ചരിത്രത്തിൽ ആദ്യമായി 2 പട്ടികജാതി മന്ത്രിമാർ വരികയാണ്. സമീപകാലത്തെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിൽ 2 സ്ത്രീകൾ വരികയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബീവിയെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, മുതിർന്ന നേതാവായിരുന്നു നഫീസത്ത് ബീവി അല്ലേ, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിത കൂടി വരികയാണ്. ഒന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മിടുക്കരായിട്ടുള്ള ആളുകൾ, ഇതിൽ വരേണ്ട ആളുകൾ, അർഹരായ ആളുകളുണ്ട്. നോക്കട്ടെ. നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവും, അതോ മറ്റ് പ്രധാനപ്പെട്ട ജനകീയ പ്രഖ്യാപനം? ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണും.
തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ കാണാതെ പോണ ആളല്ലല്ലോ. ഇന്നലെ ഇന്നും മിനിയാന്നുമായിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ കണ്ടില്ല? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളെ കാണുന്നൊരു രസമല്ലേ? നിങ്ങളെന്നെ വിമർശിക്കുകയും വേണം. നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷേ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. വാർത്തയുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെന്തിനാ മറുപടി പറയണം? നിങ്ങൾ സത്യസന്ധമായും വിമർശനാത്മകമായും നാട് നന്നാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഇടപെടലുകളെ സ്വാഗതം ചെയ്യും, നിങ്ങളുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും. കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് കൂടി മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലാതെ എല്ലാ ദിവസവും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല എന്നെക്കുറിച്ച് നല്ല എനിക്ക് ഭയങ്കര രസമുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല വാർത്തകളാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. യാഥാർത്ഥ്യബോധമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, യാഥാർത്ഥ്യബോധമുണ്ട്. വിമർശനങ്ങൾ വരും, അപ്രിയങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, അല്ലേ? നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചിലപ്പോൾ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗംഭീരാക്കാം. നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് മാത്രമല്ല, മാധ്യമങ്ങളോട് മൊത്തമായിട്ട് ഞാൻ അത് പറയാം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യാം. തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ എന്താ? അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ആ അഭിപ്രായമാണ്. ഞാൻ നെഹ്റുവിയനാണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ലേ? ആ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഞാൻ. കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തെക്കുറിച്ച് കാർട്ടൂൺ വരയ്ക്കാതെ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കാത്തതിന് പരിഭവം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതല്ലേ അത് ഞാനത് പറഞ്ഞു. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ? ഞാൻ പറയാം, കുറവുകളുണ്ട്. ഞാനത് സമ്മതിക്കുന്നു, കുറവുകളുണ്ട്. പക്ഷെ പാർട്ടിയല്ലേ തീരുമാനം എടുക്കുമ്പോഴുള്ള എങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. ഞാൻ അദ്ദേഹത്തിന് ഇതിനെ വിമർശിക്കുന്നു. ഇപ്പം എന്തിനാ അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്, എൻ്റെ ശൈലി അതല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനതിൽ നിന്ന് സംസാരിക്കില്ല. ഇതിന് വേണമെങ്കിൽ നോക്കാം, അങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇതിൻ്റെ അകത്ത് എന്ത് ഗ്രൂപ്പാണുള്ളത്? ഏത് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്? നിങ്ങൾ നോക്ക്. ഒരു കോൺഗ്രസ് നേതാവും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് കൊണ്ടാണ് ആദ്യത്തെ പേരുകൾ എഴുതിയത്. അവസാനം 1-2 പേരുകൾ, 2-3 പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ കൂടി കണക്കാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനമെടുത്തത്. മനസ്സിലായല്ലോ? അല്ലാതെ വീതം വെപ്പല്ല. ഏത് ഗ്രൂപ്പാണ് വീതം വയ്ക്കാൻ? ഒരു ഗ്രൂപ്പുമില്ല. ഒരു നേതാവും ഒരു ഗ്രൂപ്പും ആരും ഒരു പ്രഷറും ചെലുത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറുകൊണ്ട് നടക്കുമോ? ശരിക്കും ഇന്നലെ വൈകുന്നേരം പ്രോസസ്സ് തുടങ്ങുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 11 മണിക്കാണ് എത്തുന്നത്. ഞാൻ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടതിന് ശേഷം ഇന്നലെ ഏകദേശം വൈകുന്നേരം 5 മണിക്കാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ചർച്ച. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗവർണർക്ക് ഇത് സബ്മിറ്റ് ചെയ്തു. മറ്റ് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത് ഘടകകക്ഷികളുടെ അടുത്ത് അവർ സഹകരിച്ചില്ലെങ്കിൽ നടക്കും. ഇത്
നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നടക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞ? അവരെ എന്നെ കണ്ട് എന്നേക്ക് അനുഗ്രഹം തരാൻ വേണ്ടി വന്നതാണ്. ഒരു പട്ടിയം തരാൻ വന്നല്ലോ. എനിക്കറിയില്ല. എനിക്കൊരു പട്ടിയം എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അവരെന്നെ വന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞു ശിവഗിരിയിൽ എന്ന് പറഞ്ഞു. അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. അവരെ കൂടെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതൊന്ന് നോക്ക്. ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ കൂടി ആണോ? പിന്നെ ഈഴവ സമുദായത്തിൻ്റെ ഉദ്ദേശിച്ച് നിങ്ങൾ പറഞ്ഞത് പ്രാതിനിധ്യം കൂടി. പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശ്രീനാരായണീയൻ ആരാളുള്ളത്? ഞാൻ ഭയങ്കര ശ്രീനാരായണീയനാണ്. ഞാൻ ശിവഗിരി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടിയത്. അത് ഗുരുദർശനത്തെക്കുറിച്ച് ഉപന്യാസം എഴുതിയതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആദ്യത്തെ സമ്മാനമാണ് കിട്ടിയത്. ഇതെന്താ കണ്ടു? അദ്ദേഹം പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാൻ സൗമനസ്യം കാണിച്ച രാഷ്ട്രീയ നേതാവാണ്. ഈ UDFിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഗൈഡൻസും ഞങ്ങൾക്ക് തരുന്ന ആളാണ്. അദ്ദേഹത്തെയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യല്ലോ. ഇല്ല, അവര് UDFിലുള്ള കക്ഷിയല്ലല്ലോ. UDFിൽ പുറത്ത് നിൽക്കുന്ന കക്ഷി. ശരിയപ്പാ, ദൂരം All the mics are here? All the mics are here? Everything is here, sir. You just have to read. Okay. Yeah. There's no need to tell the name. Please. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴും ഞാൻ കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ 2-3 ന്യൂസിൽ കണ്ട് കറുത്ത കാറിൽ യാത്ര ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ത കറുത്ത കാറിന് കുഴപ്പം. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു കറുത്ത കാറിൽ കയറിയെന്നും പറഞ്ഞു. അതെൻ്റെ പ്രൈവറ്റ് കാറാണ്, വേറെ സുഹൃത്തിൻ്റെയാണ്. എൻ്റെ വണ്ടി കേടായപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച കാർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഒരു പുതിയ കാറ് മേടിച്ചാൽ ഖജനാവ് ഇടിഞ്ഞൊന്നും വീഴില്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരു പുതിയ കാറ് മേടിച്ചാൽ അതൊരു റോങ് മെസ്സേജാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ, അല്ലേ? ഒരു റോങ് മെസ്സേജാണ്. പുതിയ കാറ് മേടിച്ചാൽ ആരും ഒന്നും പറയില്ല, മുഖ്യമന്ത്രി പുതിയ കാറ്. പക്ഷെ ഒരു ഭരണ സംവിധാനത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കും. ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കും. ഇനി 10,000 കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും ഞാനത് ഉപയോഗിക്കും. എനിക്കത് മതിയെന്നേ. ഞാൻ ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് അവകാശപ്പെടുകയല്ല. ഇത് നമ്മളെപ്പോഴും മുകളിലിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന സന്ദേശമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ലാളിത്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ മറിച്ച് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു 2 കാറ് ഞാൻ വന്ന് മേടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് പോയാൽ നിങ്ങൾ ഒരു ദിവസമല്ലേ വാർത്ത എഴുതുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലും മറന്നു പോയില്ല, എനിക്ക് ആ കാറിൽ പോകാമല്ലോ. പക്ഷെ അതല്ല, അത് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഈ പറഞ്ഞെന്താന്ന് കേൾക്കാതെ കറുത്ത കാറിൽ സഞ്ചരിക്കില്ല എന്ന് പറയാം. എനിക്കെന്താ, എന്നോടെന്താ വല്ല ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കരുത്. ഇന്നലെ അടിച്ചു വിടുവാണ് വാർത്ത. ഞാൻ നോക്കിയപ്പോൾ ദേ പോകുന്നു കറുത്ത കാറിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള വാർത്തയൊന്നും അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഫുൾ കോൺവോയ് വേണ്ട എന്ന് പോലീസ് ഞാൻ എസ്കോർട്ട് കൂടി വേണ്ട എന്ന് പറഞ്ഞത് സമ്മതിച്ചില്ല പോലീസ്. 3 വണ്ടി കൂടുതൽ കോൺവോയിൽ. നേരത്തെ പരാതികൾ 30-40 വണ്ടികൾ, ആംബുലൻസ് ഒരുപാട്. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല. Z+ കാറ്റഗറിയാണ് മുഖ്യമന്ത്രി, Z+ കാറ്റഗറിയാണ്. അപ്പോൾ അത് യൂണിയൻ ഗവൺമെൻറ്റുമൊക്കെ അത് ശ്രദ്ധിക്കുന്നതാണ്, അത് പറയുന്നതാണ്. പക്ഷെ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ പൊളിറ്റിക്കൽ പശ്ചാത്തലമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നു, ഒരു 10-30-40 വണ്ടി കൂടി റോഡിൽ കൂടി പോകുന്നു. ഞാനാണ് റോഡിൽ നിന്ന് ആ കാഴ്ച കാണുന്നതെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ദേഷ്യം തോന്നും, എനിക്ക് നിരാശ തോന്നും, എനിക്ക് പുച്ഛം തോന്നും, എനിക്ക് പരിഹസിക്കാൻ തോന്നും.
എനിക്ക് ചിരിക്കാൻ തോന്നും, വല്ലാത്ത ദേഷ്യവും വരും, ഇല്ലേ? ഇപ്പം ഞാനാണ് വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിലാ, നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിലാ 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളല്ല, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പം ഞാൻ എടുത്ത തീരുമാനമാണത്. അത് വേറെ ഞാൻ ഭയങ്കര ലാളിത്യക്കാരനാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇപ്പം നമുക്ക് അതൊക്കെ വേണം. ഇതൊന്നുമല്ല. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാറിൽ വന്ന്, അദ്ദേഹം ഭാര്യയായിട്ട് വന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഷോപ്പിങ്ങിന് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. 15 കൊല്ലം മുമ്പാണ്. ഞാനപ്പോൾ തലയിൽ കൈവച്ചു. എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഇപ്പം ആലോചിക്കുന്നത് അങ്ങനെ പോകാൻ പറ്റുന്നൊരു കാലത്തേക്ക് നമ്മുടെ കേരളം കൂടി വരട്ടെ എന്നാണ്. ഏത് വേറെ സമരവും പ്രശ്നവും തടയലും പിടിയിലും ഒക്കെയുള്ള സംസ്ഥാനമാണ് കേരളം, അല്ലേ? അതൊക്കെ കൊണ്ടായിരിക്കാം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സംരക്ഷണവും പിന്നെ പലതരത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. എനിക്ക് മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ വാഹനം ഉപയോഗിച്ച തെറ്റ് പറയില്ല. അവരൊക്കെ പല സന്നിഗ്ധ ഘട്ടങ്ങൾ കയറി ആ സ്ഥാനത്ത് വന്ന ആളുകളാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പിണറായി വിജയനെ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ പറയില്ല അങ്ങനെ. അദ്ദേഹം വേറൊരു ഞാൻ വന്ന സാഹചര്യത്തിൽ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറല്ല ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്കുള്ള സ്റ്റേച്ചർ. നമ്മളത് കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവർക്കുള്ള സ്റ്റേച്ചറല്ല എനിക്കുള്ളത്. ഞാനിതെല്ലാം ആലോചിച്ചിട്ടാണ്. അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിക്കണ്ട. നമ്മൾ നമ്പർ ഇറക്കാണെന്നോ അല്ല, വേണ്ട. നമ്പർ 2 ദിവസം നിൽക്കുള്ളൂ, അല്ലേ? അതല്ല. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ച് ഉറച്ച തീരുമാനം പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല. ശരിയാ. ഇനി എന്ത്? ഇംഗ്ലീഷ്, സോറി. Now, after 60 years, UDF complete cabinet is going to be swearing tomorrow at 10 o'clock. After 60 years, the complete cabinet. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. 21 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ നടത്തിയ ചർച്ചയായിരുന്നു ഇത്. അർഹതപ്പെട്ട പലരെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. വിവിധ ഘടകങ്ങൾ ഇതിന് കാരണമായി എന്ന് VD സതീശൻ പറയുന്നു. മന്ത്രിമാരുടെ പട്ടിക ഇങ്ങനെയാണ്: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി, കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ്. ഒപ്പം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്. വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ ഗവർണർക്ക് സമർപ്പിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിയുക്ത മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പങ്കുവച്ചത്. മറ്റ് വാർത്തകൾ നോക്കിയാൽ മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധിയെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. മാറുന്ന മന്ത്രി പാറക്കൽ അബ്ദുള്ള ആയിരിക്കും. അത് കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളക്ക് സ്ഥാനം. അത് അപ്പോൾ തീരുമാനിക്കുള്ളൂ.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച കോഴിക്കോട് ജില്ലയ്ക്ക് പുതിയ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാരോപിച്ച് പുറമേരിയിൽ ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലയിൽ 6 സീറ്റുകൾ ലീഗിന് ലഭിച്ചിട്ടും കോഴിക്കോട് ജില്ലയെ തഴഞ്ഞെന്നും ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നു. പ്രതിഷേധ സൂചകമായി കുറ്റ്യാടി മണ്ഡലത്തിലെ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നുവെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുൻപ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്ത് എത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. അതാത് കാലങ്ങളിലെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിൽ ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ ഉദ്യോഗസ്ഥർ വൻ കൊള്ള നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ മുറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്ക് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചിലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ തുക വ്യാജമായി എഴുതിയെടുക്കുകയുമായിരുന്നു. 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിനും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തു. മുൻപ് വിവാദമായ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഈ കൊള്ള തുടർന്നു. തട്ടിപ്പിന്റെ കൃത്യമായ ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം ഇന്ന് താമസം ആരംഭിച്ചു. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശിയായ വിജയനും കുടുംബവുമാണ് ഇന്നു മുതൽ താമസം തുടങ്ങിയത്. പാലുകാച്ചൽ ചടങ്ങിൽ മുൻമന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലൊരുങ്ങിയ ടൗൺഷിപ്പിൽ ഇനി വിജയനും കുടുംബത്തിനും ഉരുളും മലവെള്ളവും പേടിക്കാതെ അന്തിയുറങ്ങാം. രാവിലെ 10 മണിയോടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. മുൻ മന്ത്രി OR കേളു, CPM ജില്ലാ സെക്രട്ടറി K റഫീഖ്, മുൻ MLA CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളോട് പറഞ്ഞ് അറിയിക്കാന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. അത്രയ്ക്ക് സന്തോഷമാണ്. ഫേസ് 1-ലെ 178 വീടുകളാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. 159 വീടുകളുടെ താക്കോൽ ഇതുവരെ കൈമാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് വീഡിയോ കോളിലൂടെ ആശംസകൾ അറിയിച്ചു. ജില്ലാ കളക്ടർ DR മേഘശ്രീയും വീട്ടിലെത്തി കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. സോൺ 1-ലെ D ക്ലസ്റ്ററിലെ 38-ാം നമ്പർ വീടാണ് വിജയന് ലഭിച്ചത്. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അധികൃതർ നേരത്തെ ഒരുക്കിയിരുന്നു. 2024 ജൂലൈ 30-ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത്. ഒരു മലവെള്ളപ്പാച്ചിലിൽ പ്രിയപ്പെട്ടവരെയും സമ്പാദ്യങ്ങളും അടക്കം നഷ്ടമായി പലയിടത്തുമായി ചിതറിപ്പോയവർക്ക് ഇനി കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ പഴയതുപോലെ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കാമെന്ന സന്തോഷത്തിലാണ് ദുരന്തബാധിതർ. അമൃത ന്യൂസ്, വയനാട്. CBSE ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനം സംബന്ധിച്ച പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരാതിയുള്ളവർക്ക് പുനർമൂല്യനിർണ്ണയം നടത്താനാകും. OSM പരിശോധന ഇതാദ്യമായല്ല നടപ്പിലാക്കുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലവും മൂല്യനിർണ്ണയ രീതിയും സംബന്ധിച്ചുയർന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ അറിയിച്ചു. പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയം നടത്താം. ഇതിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിനുള്ള ഫീസ് ഒരു വിഷയത്തിന് 100 രൂപയായി കുറച്ചിട്ടുണ്ടെന്നും മാർക്കിൽ വർധനവുണ്ടായാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി വ്യക്തമാക്കി. राष्ट्रीय शिक्षा नीति लगातार इस बात को कहती है कि असेसमेंट हमारे लिए बहुत ही महत्वपूर्ण है और यदि हमें लॉजिकल तरीके से सोचने की ज़रूरत है और स्टेप बाय स्टेप सोचने की ज़रूरत है. मैं पुनः कहना चाहूँगा कि जो असेसमेंट का तरीका है उसमें किसी प्रकार की कोई बदलाव नहीं की गई है. +2 മൂല്യനിർണ്ണയത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം 13,000 ഉത്തരക്കടലാസുകളിൽ ചില പേജുകൾ അവ്യക്തമായിരുന്നു. സ്കാൻ ചെയ്ത ശേഷവും വ്യക്തമാകാതിരുന്ന ഭാഗങ്ങൾ പ്രത്യേകം പരിശോധിച്ച് അർഹമായ മാർക്ക് നൽകാൻ അധ്യാപകരോട് നിർദ്ദേശിച്ചിരുന്നു. ആകെ 98 ലക്ഷം ഉത്തരപേപ്പറുകൾ ഉണ്ടായിരുന്നതായും വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു. മുംബൈ അടക്കമുള്ള സർവകലാശാലകൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. മാർക്ക് രേഖപ്പെടുത്തുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമുള്ള പിഴവുകൾ ഇതോടെ ഇല്ലാതാകുമെന്നും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നും UDF അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. SNDP യോഗം മുഖമാസികയായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി രൂക്ഷമായ ഭാഷയിൽ ലീഗിനെ കടന്നാക്രമിക്കുന്നത്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ. UDF സർക്കാർ അധികാരത്തിലേറാനിരിക്കെയാണ് മുന്നണിയിലെ പ്രധാന കക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് എന്നതാണ് ശ്രദ്ധേയം. സർക്കാർ അധികാരത്തിലേറും മുൻപ് തന്നെ മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരിച്ചു തുടങ്ങിയെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചു. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണമൊരുക്കാനാണ് ലീഗിന്റെ ശ്രമം. ഇതിന് സർക്കാർ കൂട്ടുനിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും വെള്ളാപ്പള്ളി കുറിച്ചു. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപം നടന്ന നാട്ടിലാണ് ലീഗ് വളർന്നു പന്തലിച്ചത്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യസമരമാക്കി മാറ്റിയ തന്ത്രം ഇനി പോകില്ല. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ അവർ മുസ്ലിം വിരുദ്ധരാക്കി. മുസ്ലിം ലീഗിന്റെ വർഗീയതയെ എതിർത്തതിന് തന്നെ തെരുവിൽ അധിക്ഷേപിച്ചു. G. സുകുമാരൻ നായരും താനുമാണ് മുസ്ലിം ലീഗിന്റെ മുഖ്യ ശത്രുക്കളെന്നും വെള്ളാപ്പള്ളി കുറിക്കുന്നു. ഒപ്പം ലീഗ് നേതാവ് KM ഷാജിയെയും രൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. KM ഷാജി വർഗീയ വിഷം ചീറ്റുന്ന നേതാവെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. ഷാജിയെ മന്ത്രിയാക്കിയാൽ മതസൗഹാർദ്ദം പൂത്തുലയുമെന്നാണ് ലീഗ് നിലപാടെന്നും അദ്ദേഹം പരിഹസിച്ചു. ലീഗിനെ വെല്ലുവിളിച്ചാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. ഏതു വെല്ലുവിളികളെയും നേരിടാൻ യോഗം തയ്യാറാണ്. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. അമൃത ന്യൂസ്, ആലപ്പുഴ. യോഗനാഥം എഡിറ്റോറിയലിലെ ലീഗിനെതിരായ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ G. സുധാകരൻ. വെള്ളാപ്പള്ളി നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേതാണ്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു. നാളെ എന്താണെന്ന് ആർക്കറിയാമെന്നും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം നേരത്തെ മുതലേ ഏതാണല്ലോ പറയുന്നത്, ആന്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്ക് അതിനോട് ചോദിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടത് എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച എല്ലാ ലീഡേഴ്സും ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്. അതിനെന്താ തെറ്റ്? വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാം. അപ്പം ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടി ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അല്ലേ ഞാൻ ജയിച്ചത്. അവിടെ 19,000 വോട്ട് എനിക്ക് കിട്ടിയല്ലോ. CPM-ൻ്റെ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനും എന്നോട് ചോദിച്ചില്ല. ഒരാത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ചായ പോലും എന്നോട് വാങ്ങിച്ചു കൊടുത്തില്ല. അറിയോ? അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ പണ്ട് വിമർശിച്ചു. അതങ്ങനെയാണ്. ഇപ്പം ഇന്ത്യ മുന്നണിയിലല്ലേ CPI അല്ലേ? കേരളത്തിൽ ഇന്ത്യ മുന്നണി വരും 15-10 വർഷം കഴിഞ്ഞ് നമ്മൾ കണ്ടോ? ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം അയ്യപ്പ സംഗമം കാരണമായി. ഇടതു സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു നടത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്തെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ ചോദിച്ചു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെയെന്നും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണെന്നും വിമർശനമുയരുന്നു. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച ജനങ്ങളെ പുച്ഛിച്ചു. പിടിച്ചെടുക്കാനുള്ള സീറ്റിൽ മത്സരിച്ച് ധീരത കാട്ടേണ്ടത് പിണറായി ആയിരുന്നുവെന്നും വിമർശനമുയർന്നു. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാകുന്നുണ്ടെന്നും വിമർശനമുയർന്നു. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ച ആദ്യ യോഗം ചേർന്നു. തൃശൂർ ജില്ലയിലെ ഒട്ടേറെ വിജയ ആരാധകരെ അണിനിരത്തിയാണ് ആദ്യ TVK യോഗം ചേർന്നത്. വിജയ് ഫാൻസ് അസോസിയേഷന് കീഴിലെ അംഗങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ TVKയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. വാർഡ് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് TVKയുടെ തീരുമാനം. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കൂടുതൽ പേരെ TVKയിലേക്ക് എത്തിക്കാനാണ് സംഘാടകരുടെ നീക്കം. കാസർഗോഡ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. മരങ്ങൾ, കെട്ടിടങ്ങളിൽ വീണുണ്ടായ തകർച്ചയിൽ 1 കോടിയോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെത്തി നഷ്ടങ്ങൾ വിലയിരുത്തി.
കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചിലവിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിലെ പൈതൃക താമസ കേന്ദ്രം, ബയോ പാർക്കുകൾ, ഏറുമാടം, സംസ്കൃതി പാർക്ക്, ഹരിതവനം, കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ദർപ്പണം എക്സിബിഷൻ ഹാൾ, അതിഥികൾക്ക് ഭക്ഷണം നൽകുന്ന ഊട്ടുപുര, അതിനു മുന്നിലെ ഷീറ്റ് പന്തൽ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഔഷധത്തോട്ടങ്ങൾ, മിയാവാക്കി എന്നിവയെല്ലാം ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണ് തകർന്ന നിലയിലാണ്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ്, ഭീമൻ ശംഖുശില്പം, വിവിധ മൃഗവളർത്തു കേന്ദ്രങ്ങൾ എന്നിവയും ഗവേഷണ കേന്ദ്രത്തിലെ മരങ്ങൾ വീണ് തകർന്നു. കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വലിയ നാശനഷ്ടമാണ് ഇന്നലത്തെ കാറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അത് എല്ലാം വിലയിരുത്താനും അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ വിലയിരുത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിസർച്ച് കേന്ദ്രത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ നമ്മുടെ തിരുമുമ്പ് സ്മാരകവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിച്ചിട്ടുള്ള വലിയ നാശനഷ്ടങ്ങളുണ്ട്. അവിടെയെല്ലാം ഞാനിന്ന് സന്ദർശിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കളക്ടറുമായിട്ട് വിഷയം സംസാരിച്ചു. അതുപോലെ തന്നെ റവന്യൂ അധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കാർഷിക കേന്ദ്രത്തിന്റെ പ്രൗഢിക്കായി നിലനിർത്തിയ വൻമരങ്ങളാണ് വേനൽ മഴക്കൊപ്പമുണ്ടായ അതിശക്തമായ കാറ്റിൽ വിവിധ ഭാഗങ്ങളിലായി മുറിഞ്ഞു വീണത്. നഷ്ടങ്ങളുടെ കണക്കെടുത്ത് കാർഷിക സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 1 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. അമൃത ന്യൂസ്, കാസർഗോഡ്.